നമസ്കാരം. മരണം എന്നൊരു മിനിക്കഥ 1988 എഴുതിയതാണ്. ആ കഥ ഇങ്ങനെയാണ്. കറുത്ത നിറമൂലുന്ന ഭ്രാന്തൻ ഉറുമ്പുകളെ എനിക്കിഷ്ടമായിരുന്നു. അവയുടെ ദ്രുതഗതിയിലുള്ള സഞ്ചാരം ഇഷ്ടം കൂടുമ്പോൾ ഞാൻ അവയെ കണ്ണാടിക്കൂടിനകത്ത് പിടിച്ചിട്ടിരുന്നു. എന്നിട്ട് ശ്വാസം കിട്ടാതെ അവ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് രസിക്കുമായിരുന്നു. ഇത് കാണാനുള്ള ശക്തിയേറ്റ് ഒരിക്കൽ എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞു, നോക്കിക്കോളൂ, ഒരു ദിവസം ഈ ഇതുപോലെ ശ്വാസമില്ലാതെ പിടഞ്ഞു ചാവും, തീർച്ച. അത് പറഞ്ഞതിൻ്റെ 3-ാം നാൾ മുത്തശ്ശി മരിച്ചു. മരിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. മുത്തശ്ശി ശ്വാസമെടുക്കാനാവാതെ പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ കണ്ണാടിക്കൂട് എറിഞ്ഞുടച്ചു. ഭ്രാന്തൻ ഉറുമ്പുകൾക്ക് അന്ന് ആഹ്ലാദത്തിൻ്റെ ദിനമായിരുന്നു. തകർന്ന കണ്ണാടിക്കൂടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അവ തുള്ളിത്തെറിച്ച് നടന്നു. ഇന്നെൻ്റെ പുരികക്കൊടികൾക്ക് പോലും നിറമാറ്റം സംഭവിച്ചിരിക്കുന്നു. ഞാനും ഒരു മുത്തച്ഛനായിരിക്കുന്നു. എൻ്റെ പേരക്കുട്ടികൾ ഭ്രാന്തൻ ഉറുമ്പുകളെ തേടി പഞ്ചാരക്കിണിയും കൊണ്ട് നടന്നപ്പോൾ ഞാൻ മുത്തശ്ശി മരിച്ച കട്ടിലിൽ കയറി കിടന്നു. എപ്പോഴോ എനിക്ക് നഷ്ടപ്പെടേണ്ട ജീവവായുവിനെ ഓർത്ത് ശ്വാസമടക്കിക്കൊണ്ട് എനിക്ക് ചുറ്റും അനേകം ഭ്രാന്തൻ ഉറുമ്പുകൾ കയറി ഇറങ്ങാൻ തുടങ്ങുന്നത് അവിടെ കിടന്ന് ഞാൻ കണ്ടു. എൻ്റെ കണ്ണുകൾ ഇരുണ്ടു തുടങ്ങുന്നത് വ്യക്തമായും ഞാൻ അറിഞ്ഞു.